1 kilowatt hour or 1 unit of electric energy is the energy consumed by an appliance with 1000 watt അല്ലെങ്കിൽ 1 kilowatt power in 1 hour. ഞാൻ പറഞ്ഞില്ലേ, അതായത് 1000 watt പവർ ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ എന്തുമാത്രം എനർജി ഉപയോഗിക്കുന്നുണ്ട്, അതാണ് 1 യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓർത്തോണം 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് പ്രധാന ഓർത്തോണം കേട്ടോ. 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 കിലോ. ദെൻ പവർ എത്രയാണ്? 1 കിലോ വാട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ. 1 കിലോ വാട്ടാണ് പവർ. അതായത് 1 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 1000 വാട്ടാണ്. സമയം 1 അവർ ആണ്. 1 അവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? സെക്കൻഡിലേക്ക് വരുമ്പോൾ 60 × 60 വരും. അപ്പം H ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇത്രയും വരും. അതായത് എത്ര വാല്യൂ വരും? 36 ലാക്ക് എന്നൊരു സംഭവം വരും. അത്രയും ജൂൾ എനർജി അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ ഇങ്ങനെ എഴുതാം, പോയിന്റ് വെച്ച് എഴുതുവാണെന്നുണ്ടെങ്കിൽ 3.6 × 10⁻⁶ എന്ന് എഴുതാം. അത്രയും ജൂൾ അവിടെ എനർജി അവിടെ കൺസ്യൂം ചെയ്യുന്നുണ്ട്, ജൂളിൽ പറയുവാണെന്നുണ്ടെങ്കിൽ. അപ്പം 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പം 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.6 × 10⁻⁶ ജൂൾ എനർജിയാണ് അവിടെ വരുന്നത്. പഠിക്കണം കേട്ടോ. ഇത് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.6 × 10⁻⁶ ജൂൾ എന്നാണ്. എനർജി ഇൻ കിലോ വാട്ട് അവർ. കിലോ വാട്ട് അവറിലുള്ള എനർജി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. പവർ ഉണ്ട്, പവർ ഇൻറ്റു സമയം. നമുക്കറിയാം ഇപ്പൊ ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? H ഈസ് ഈക്വൽ ടു P × T ആ നമുക്കറിയാം ഇല്ലേ. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പവറൊക്കെ ഇവിടെ എങ്ങനെയാണ്? നമ്മൾ വാട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പവർ എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ടിലാണ് എടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സെക്കൻഡിലുമാണ് എടുക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ കിലോ വാട്ട് അവറിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കേട്ടോ, കിലോ വാട്ട് അവറിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പവർ നമ്മൾ വാട്ടിൽ തന്നെ എടുക്കും. അതുപോലെ തന്നെ സമയം എങ്ങനെയാണ്? അവറിലാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ സമയം സെക്കൻഡിലല്ല എടുത്തത്, പവർ ഇവിടെ നമ്മൾ വാട്ടിൽ തന്നെ എടുക്കുന്നുണ്ട്. ദെൻ സമയം പിന്നെ എങ്ങനെയാണ്? ഇവിടെ അവറിലും എടുക്കും. പിന്നെ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. കിലോ വാട്ട് അവർ കേട്ടോ. കിലോ വാട്ട് അവറിലുള്ള നമുക്ക് എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇത് കൃത്യമായിട്ടും പഠിച്ചോണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. എനർജി ഇൻ കിലോ വാട്ട് അവർ ഈസ് ഈക്വൽ ടു, നമ്മളിപ്പം കുറച്ച് മുന്നേ കണ്ട ഹീറ്റ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി താപോർജ്ജം മാത്രമാണ്. അപ്പോൾ ഹീറ്റ് എനർജി ആകുമ്പോൾ നമുക്ക് ജൂളിൽ കണ്ടുപിടിച്ചാൽ മതി. കിലോ വാട്ട് അവർ എനർജി, അതായത് എനർജി നമ്മൾ കിലോ വാട്ട് അവറിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് സെയിം ഇക്വേഷൻ തന്നെയാണ്. പവർ വാട്ടിലാണ്, നമ്മളിവിടെയും പവർ വാട്ടിലാണ്. സമയം അവറിലെടുക്കും. കിലോ വാട്ട് അവർ എന്നല്ല പറയുന്നത്, സമയം അവറിലെടുക്കും. ദെൻ ഡിവൈഡ് ബൈ 1000 ചെയ്യുക.